എക്സാമിനർ ഫാമിലി. അപ്പോൾ SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷിമീം സാർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനല്ല, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അദ്ദേഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം നിങ്ങളെ അറിയിക്കുന്നത്. SSLC പരീക്ഷാഫലം മെയ് 2ാം വാരം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ SSLC റിസൾട്ട് വെയിറ്റ് ചെയ്ത മക്കൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മെയ് 2ാം വാരം എന്ന് പറയുമ്പോൾ മെയ് 7ാം തീയതിക്ക് ശേഷമുള്ള ഏത് ദിവസം അല്ലേ, അതായത് 7ാം തീയതിക്കും 14ാം തീയതിക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യും, ഒരു ശുഭമുഹൂർത്തത്തിൽ ആ റിസൾട്ട് അങ്ങ് പ്രഖ്യാപിക്കും. അപ്പോൾ എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ 2ാം വാരം എന്നുള്ള എന്ത് ചെയ്യുക, ഒന്ന് എക്സ്ട്രാ കയറ്റി പിടിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഫസ്റ്റ് വീക്കിൽ തന്നെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഫസ്റ്റ് വീക്കിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ആ ഒരു വീക്കിൽ വന്നില്ലെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക അല്ലേ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കയറ്റി പിടിച്ചതാവാനാണ് ചാൻസ്. മിക്കവാറും ഇതിന് മുൻപേ തന്നെ എന്ത് ചെയ്യും, റിസൾട്ട് വരാം. അതായത് ഒരു 7ാം തീയതി അല്ലെങ്കിൽ ഒരു 6ാം തീയതി ആ സമയത്താകുമ്പോഴേക്കും എന്ത് ചെയ്യും, റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇദ്ദേഹം പറയുന്നത് പ്രകാരം 2ാം വാരമാണ്, അതായത് 7ാം തീയതിക്ക് ശേഷമുള്ള ഒരു ഡേറ്റിലായിരിക്കും. നിങ്ങളെല്ലാവരും ഫസ്റ്റ് വീക്കിൽ തന്നെ എക്സ്പെക്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, SSLC പരീക്ഷാഫലം മെയ് 2ാം വാരം പ്രഖ്യാപിക്കും. ഇതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ ആ ഒരു പ്രസക്തി ഉള്ളത്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പിന്നീടാണ് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നീടാണ് അറിയിക്കുക അല്ലേ. അപ്പോൾ SSLC റിസൾട്ട് വന്നിട്ടേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഹയർ സെക്കൻഡറി റിസൾട്ട് വല്ല അത്യാവശ്യമാണ് അല്ലേ. SSLC എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹയർ സെക്കൻഡറിൻ്റെ റിസൾട്ടും. അതും പെട്ടെന്ന് തന്നെ വരണം. +2ൻ്റെ റിസൾട്ട് പ്രത്യേകിച്ചും +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് 2ാം വാരത്തിലേക്ക് 14ാം തീയതിയിലേക്ക് നീണ്ടു പോകുന്ന ആരും വിചാരിക്കേണ്ട. മിക്കവാറും 10ാം തീയതിക്കുള്ളിൽ തന്നെ SSLC റിസൾട്ട് വരും. അതിനോടടുപ്പിച്ച് തന്നെ നമ്മുടെ +2ൻ്റെ റിസൾട്ടും +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടൊക്കെ വരും. ഏറ്റവും ലാസ്റ്റ് +1ൻ്റെ റിസൾട്ട് വരും. ഇതായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് +2 +1 പരീക്ഷ എഴുതിയ SSLC പരീക്ഷ എഴുതിയുള്ള മക്കൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.